അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? പൊറോട്ടയും ബീഫും കഴിക്കാൻ പോയി പോസ്റ്റായ കാര്യം കേട്ടോ. അതേ ആ കാണുന്ന റെഡ് ബസ്സിലായിരുന്നു കേട്ടോ അവർ വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരു താമസം വൈകിക്കാതെ തന്നെ കടയുടെ അകത്തോട്ട് പോവാണ്. ഷാംതാത്തേൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കാണ് എക്സ്പീരിയൻസ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പോട്ടെ എന്ന് പറഞ്ഞ ആളങ്ങ് പോയിട്ടോ. വളരെ ചെറിയ കട, പുറത്തുനിന്ന് കാണുമ്പോൾ അയ്യോ എന്ത് ചെറിയ കട എന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ ഈ പൊളി, അതുപോലത്തെ ഇവിടുത്തെ സർവീസ് അതിലും പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും രണ്ട് പൊറോട്ട വെച്ച് വാങ്ങിച്ചു. അതിനുശേഷം കറിക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങളിവിടെ നോക്കി നിൽക്കുന്നത്. കാരണം ആ ചേട്ടൻ പൊറോട്ട വെച്ച് തന്നിട്ട് കറി എടുക്കാനായി പോയി. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ബീഫ് കറിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കറി മൂന്നാൾക്ക് മതിയോന്ന്. കഥ ഇവിടെ തുടങ്ങുകയല്ലേ ഗൈസ്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സർവീസ് അടിപൊളിയാണെന്ന്. അതുപോലത്തെ ഈ ബീഫ് കറി ഉണ്ടല്ലോ, ആ പൊറോട്ടയും വായിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും, നല്ല ചൂട് ബീഫ് കറിയും. അതിന്ന് ഒരു കഷ്ണം പൊറോട്ട ഇങ്ങനെ പിച്ചിയ ചൂട് ബീഫ് കറിയിൽ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ആ ചേട്ടൻ എനിക്ക് പിന്നെയും കുറച്ചും കൂടെ ഗ്രേവി വെച്ചു തന്നു ഗൈസ്. ആ ഫ്ലോ അങ്ങ് കളഞ്ഞ്. എന്താ വെച്ചാൽ ചേട്ടൻ പിന്നെ എന്തിനാ ഗൈസ് ഞങ്ങൾ 3 കറിയൊക്കെ ഓർഡർ ചെയ്യുന്നത്? ഒറ്റ കറി അങ്ങ് ഓർഡർ ചെയ്താൽ പോരെ. ഇങ്ങനെ വാരിക്കോരി ഗ്രേവി അവർ തന്നെ നമുക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കും. അടിപൊളി. എനിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് 3 പേർക്ക് ഒഴിച്ച് തന്നു കേട്ടോ. എന്നിട്ട് ആ പൊറോട്ടയെ കുതിർന്നത്, ആ പൊറോട്ട ബീഫിൽ കുതിർന്നത് എടുത്ത് ഇങ്ങനെ കഴിക്കണം ഗൈസ്. എന്തൊക്കെയാണ് ഈ വായിൽ വെള്ളം വന്നതുകൊണ്ട് പറയുന്നതെന്ന് എനിക്കിന്നെ ഒരു നിശ്ചയില്ല. അടിപൊളി ടേസ്റ്റാണ്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരെയുണ്ടല്ലോ എൻ്റെ വായിൽ ആ വെള്ളം ഇങ്ങനെ ഊറി നിൽക്കുമായിരുന്നു കേട്ടോ. അടിപൊളി പറഞ്ഞാൽ കിടു ടേസ്റ്റ് കേട്ടോ. അവിടുത്തെ സർവീസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു, പക്ഷെ എന്നാലും ഒന്നും കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. അടിപൊളി ചേട്ടന്മാർ, നമ്മളടുത്തുള്ള പെരുമാറ്റമായാലും മറ്റുമായാലും അടിപൊളി ചേട്ടന്മാരായിരുന്നു കേട്ടോ. നല്ല ചേട്ടന്മാരാണ്. നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് ഈ കട ഇരട്ടക്കുളത്തുള്ളൊരു കട, സിഗ്നലിൻ്റെ അവിടെ നമ്മുടെ ഹൈവേയിൽ തന്നെയുള്ളൊരു കടയാണ്. പക്ഷെ ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ബസ്സിലിരുന്നിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കുന്ന ഫസ്റ്റ് ടൈം കണ്ടോ. ഹൈവേയുടെ തന്നെയുള്ള കടയാണ് ഇത്. ഒരിക്കലും ഈ കടയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ പോയി കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നിങ്ങളടുത്തും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ എന്താ ഈ ചുമയ്ക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ, എന്താണ് ശിരസിലേക്ക് എരിവ് അങ്ങ് കയറിപ്പോയി. പിന്നെ ഞാൻ നോക്കൂ, ഇതുവരെ ഒരു ഹോട്ടലിലും പോയിട്ട് ഇത്ര ക്ലീനായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. സത്യമായിട്ടുള്ളൊരു കാര്യം പറയണം, ഇത്ര ക്ലീനായിട്ട് ഞാൻ കഴിച്ചില്ല. അതിനർത്ഥം ആ ഫുഡ് അത്രയും ടേസ്റ്റി ആണെന്നാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ.